A genetically modified dwarf pea plant fails to elongate even after exposure to light. However, its growth is restored after application of a hormone. Which hormone was applied? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കോൺസെപ്റ്റ് ആണോ പറഞ്ഞത് ആ കോൺസെപ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഡ്വാർഫ് പീ പ്ലാന്റ് ആയാലും വേറെ എന്ത് പീ പ്ലാന്റ് ആയാലും വീറ്റ് ആയിരുന്നാലും ഒക്കെ ജെനറ്റിക്കലി അത് ഡ്വാർഫാണ് എങ്കിൽ നമ്മൾ എക്സസ് ലൈറ്റ് കൊടുത്താലും അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് ജെനറ്റിക്കലി ഡ്വാർഫ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ പോലും ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗിബർലിൻസ്. കാര്യം ഇൻ്റർനോഡൽ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ആ സെൻട്രൽ ആക്സസ് ഇലോങ്ങേഷൻ, സ്റ്റെം ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? ഗിബറലിൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയും ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഗിബർലിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എത്താവുന്നതാണ് അല്ലേ.